ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 22 എടുക്കുകയാണ്. 22 ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ലിമിറ്റ് ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്റഗ്രൽ 0 to 1 3x + 5. അപ്പൊ നമുക്ക് അവിടെ ഡയറക്റ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടി ടെൻസ് ടു 0 ഇന്റഗ്രൽ 0 to 1. അപ്പൊ ഈ 3x + 5 കണ്ടോ, ഈ 3x + 5 റേസ് ടു 0. അപ്പൊ അത് 1 ആവും. അപ്പൊ ഇന്റഗ്രൽ ഡി എക്സ് വരും. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ അത് എക്സ് ആണ്. അപ്പർ ലിമിറ്റ് 0, സോറി ലോവർ 0, അപ്പർ 1. അപ്പൊ അപ്പർ മൈനസ് ലോവർ എന്ന് പറയുമ്പം ഈ സംഭവം ഇവിടെ ടി ടെൻസ് ടു 0 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 റേസ് ടു 1/0, അതായത് 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം ആണ് അത് ഐഡന്റിഫൈ ചെയ്യണം ആദ്യം. ഓക്കെ, ഇത് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാ വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നോക്കുക. അതായത് ഇത് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to 1 3x + 5 ഹോൾ റൈസ് ടു 0 dx ഇത് വരും. അപ്പൊ അത് 1 ആണെന്ന്, കാരണം 3x + 5 ഹോൾ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇന്റഗ്രൽ dx x ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിലേക്ക് അത് മാറി. 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമ്മൾ റൂൾ എടുക്കുകയാണ്. എന്താണ്? ഇ റേസ് ടു, എന്താ എഴുതാ നോക്കൂ, ഇ റേസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 1/t ഇൻറ്റു fx - 1 ഇൻറ്റു gx അല്ലേ. അപ്പോ ടി ടെൻസ് ടു 0 ഇന്റഗ്രൽ 0 to 1 3x + 5 ഹോൾ റൈസ് ടു t dx fx, ഇതാണ് fx അല്ലെ. fx - 1 ഇൻറ്റു gx ഈസ് 1/t. ഓക്കെ, ഇനി ഇ റേസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 ആണ്. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. അപ്പൊ 3x + 5 ഹോൾ റേസ് ടു t + 1 ബൈ 3 ഇൻറ്റു അല്ലേ t + 1 വന്നു. 3x + 5 ഹോൾ റൈസ് ടു t dx വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ്. അപ്പൊ ടി ആണ്. ടീന്റെ എന്ന് പറയുമ്പോൾ x റൈസ് ടു n + 1/n + 1 t + 1/t + 1. 3xന്റെ 3യും താഴെ എഴുതി കേട്ടോ. ബിറ്റ്വീൻ ദ ലിമിറ്റ് എഴുതണ്ടേ. 0 to 1 -1 ഉണ്ടാവും. ഇൻറ്റു പുറത്ത് നമുക്ക് എന്തും കൂടെ എഴുതണം? പറ, 1/tയും കൂടെ എഴുതണം. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 അപ്പർ കൊടുക്കുമ്പോൾ 3 + 5 8. 3 + 5 8. 8 റേസ് ടു t + 1 ബൈ 3 ഇൻറ്റു t + 1 മൈനസ് ലോവർ എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലെ. 0 3 ഇൻറ്റു 0 0 ആവും. 5 റേസ് ടു t + 1 ബൈ 3 ഇൻറ്റു t + 1 മൈനസ് 1 ഇൻറ്റു 1/t. ഓക്കെ, അപ്പൊ ഇ റേസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 ഇ റേസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 8 റേസ് ടു t + 1 മൈനസ് ആദ്യത്തെ രണ്ട് ഡിനോമിനേറ്റർ സെയിം അല്ലേ. 5 റേസ് ടു t + 1 മൈനസ് 3t - 3. ആ 3 ഇൻറ്റു t + 1 അങ്ങോട്ട് ക്രോസ് ചെയ്തു, 1ന്റെ അങ്ങോട്ട് ക്രോസ് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ അല്ലെ 3 ഇൻറ്റു t ഇൻറ്റു t + 1. ഈ 1/t ഉള്ളിലേക്ക് കയറ്റിയിട്ടു.
അപ്പൊ ഇതാണ് നമുക്ക് ഇനി ഉള്ളത്. ബാക്കിയുള്ളത് ഇ റൈസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 8 റൈസ് ടു d+1 മൈനസ് 5 റൈസ് ടു d+1. അവിടെ ഡിനോമിനേറ്റർ സെയിം. ആ 3 ഇൻറ്റു d+1 അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടു. പുറമേയുള്ള 1/t നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടപ്പോൾ 3t ഇൻറ്റു t+1 എന്ന് വന്നു. ഇനി ഇത് ഡയറക്റ്റ് കൊടുക്കുന്നതായ സമയത്ത് നമുക്കിവിടെ 0/0 ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതായ സമയത്ത് നമുക്കിവിടെ 0/0 എന്താണ് വരിക? ഫോമാണ് വരിക. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ LH റൂളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 ഇ റൈസ് ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 8 റൈസ് ടു t+1 ആണ്. 8 റൈസ് ടു t+1ന്റെ ഡെറിവേറ്റീവ് 8 റൈസ് ടു t+1 ഇൻറ്റു ലോഗ് 8. മനസ്സിലായല്ലോ? എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 8 ലോഗ് എ മൈനസ് 5 റൈസ് ടു t+1ന്റെ ഡെറിവേറ്റീവ് 5 റൈസ് ടു t+1 ഇൻറ്റു ലോഗ് 5 മൈനസ് 3tന്റെ ഡെറിവേറ്റീവ് -3 ഓക്കെ ഇൻറ്റു അത് 3 ഇവിടെ ഡിനോമിനേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി 3t² പ്ലസ് 3t എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഹോൾ ഡിവൈഡഡ് ബൈ 6t² പ്ലസ് 3 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അപ്ലൈ എന്തായ സമയത്ത് നമുക്ക് എന്തൊക്കെ വരും? ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇ റൈസ് ടു ടിക്ക് 0 കൊടുക്കുമ്പോൾ 8 ലോഗ് 8 മൈനസ് 5 ലോഗ് 5 മൈനസ് 3/3 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇ റൈസ് ടു. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഇത് തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് α/5 ഇ ഇൻറ്റു 8/5 ഹോൾ റൈസ് ടു 2/3 എന്നാണ് ഇത് തന്നത്. α/5 ഇ ഇൻറ്റു 8/5 ഹോൾ റൈസ് ടു 2/3 എന്നാണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ആ ഒരു ഫോമിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പരിപാടിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഞാനൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ആക്കി എഴുതി നോക്കാം. ആദ്യം എങ്ങനെയാ കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇ റൈസ് ടു 8/3 ലോഗ് 8 ഫസ്റ്റ് മൈനസ് 5/3 ലോഗ് 5 മൈനസ് 3/3 ആണ്. 3/3 എന്ന് പറയുന്നത് 1. ആ ഡിനോമിനേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ഇ റൈസ് ടു ലോഗ് 8 റൈസ് ടു 8/3 മൈനസ് ലോഗ് 5 റൈസ് ടു 5/3 മൈനസ് 1. ഓക്കെ, അപ്പൊ ഇതെന്ത് എഴുതാ? ഇ റൈസ് ടു ഇത് ലോഗ് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇതിൽ ലോഗ് എ മൈനസ് ലോഗ് ബി കൊടുത്താൽ ലോഗ് a/b ആണ്. ലോഗ് 8 റൈസ് ടു 8/3 ബൈ 5 റൈസ് ടു 5/3 അല്ലെ ഇൻറ്റു ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കട്ടെ. ഇൻറ്റു ആ -1 പവർ മോളിലല്ലേ, അപ്പം ഇൻറ്റു ഇ റൈസ് ടു -1 നമുക്ക് എഴുതാം. അപ്പൊ ഇതെന്തായി? ഇ റൈസ് ടു ലോഗ് ഓഫ് എനി ഫംഗ്ഷൻ ദാറ്റ് ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ അത് 8 റൈസ് ടു 8/3 ബൈ 5 റൈസ് ടു 5/3 ഇൻറ്റു 1/e എന്നാക്കി മാറ്റി എഴുതാം. ഓക്കെ, ഇനി 8/5 വരണം. 8/5 റൈസ് ടു 2/3. അപ്പൊ ഇവിടെ നമുക്ക് 8 റൈസ് ടു 2/3 വരണം. 8 റൈസ് ടു 2/3 എന്ന് വരണം. 8 റൈസ് ടു 2/3 എന്ന് വരണമെങ്കിൽ ഇവിടെ 8 റൈസ് ടു 8/3 ഉണ്ട്. അപ്പൊ ആ 8/3 2/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 6/3 2 വരും. അപ്പൊ ഈ 8 റൈസ് ടു 8/3 എന്ന് പറയുന്നത് 8 റൈസ് ടു 2/3 ഇൻറ്റു 8 സ്ക്വയർ ആണ്. 8 റൈസ് ടു 8/3 എന്ന് പറയുന്നത്
8 2/3 ഇൻറ്റു 8² ആണെന്ന് മനസ്സിലായി. ഇനി ഡിനോമിനേറ്ററിൽ ശ്രദ്ധിക്കുക 5/2/3 വരണം. അപ്പം 5/5/3 മൈനസ് 2/3 5/3 മൈനസ് 2/3 5/3 മൈനസ് 2/3 എന്ന് പറഞ്ഞാൽ 5 എന്താണ് 3/3 1 5 ആണ്. അപ്പോൾ ഈ 5/5/3 എന്ന് പറയുന്നത് എന്താണ് 5/2/3 ഇൻറ്റു 5 ആണ്. 5/5/3 അങ്ങനെ മതി. ഓക്കെ, ഇനി ആ 1/e ഉണ്ട് അവിടെ 1/e. ആ 1/e ഞാൻ 1/e ആയിട്ട് തന്നെ കിടക്കട്ടെ. അപ്പം ഇനി ഇത് ഈ 8² 64/5 അടുപ്പിച്ച് എഴുതിക്കോ. 64/5e ഇൻറ്റു 8/5 ഹോൾ ടു ദ പവർ 2/3. കമ്പയർ ചെയ്യണം. ഇനി ആൻസറിലേക്ക് എത്തി. ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 64 വന്നു. ആൽഫ ഈസ് ഈക്വൽ ടു 64.